അപ്പോൾ മച്ചന്മാർ നമ്മൾ ഫ്രീ ഫയർ നമ്മൾ CS റാങ്ക് പ്ലേ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുന്നിലായിട്ട് ഇതുപോലെ രണ്ട് കാർഡ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗോൾഡൻ ഫോഴ്സ് ആണെങ്കിൽ യെല്ലോ കളറുള്ള ഒരു കാർഡും രണ്ടാമത് നമുക്ക് ഡാർക്ക് ഫോഴ്സ് ആണുള്ള ഒരു പർപ്പിൾ കളറുള്ള ഒരു കാർഡും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് CS റാങ്കിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ സത്യത്തിൽ ഈ കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്, അപ്പോൾ എന്ത് ലാഭമുള്ളതെന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് കാർഡിന് കിഡിലെന്നാലും കുറച്ച് പവറും കാരണമൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഫുൾ പവർ നമ്മൾ വീഡിയോ വൈസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാതൊരു ഡൗട്ടും വേണ്ട, എല്ലാ കാരണങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അവിടെ നെക്സ്റ്റ് ടൈം നിങ്ങൾ CS മാച്ച് പ്ലേ ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ആയ കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പവർഫുൾ ആയ കാർഡുകളൊക്കെയാണുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ വീഡിയോ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിനെ മാർക്ക് ചെയ്തിട്ടുള്ള യെല്ലോ കളറിൽ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഗോൾഡൻ ഫോഴ്സ് പറഞ്ഞ കാർഡ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് നമ്മൾ ഡാർക്ക് ഫോഴ്സിന്റെ കാർഡ്, അപ്പോൾ ഒരു പെർപ്പിൾ കളറിലായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡാർക്ക് ഫോഴ്സ് ആണ്, പാരഡോക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കാർഡ് നമുക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ CS റാങ്ക് പ്ലേ ചെയ്യുന്ന ടൈമിൽ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടാണ്ട് നമ്മളിവിടെ അൺടിക്ക് ചെയ്താൽ മതി, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടിക്ക് ചെയ്യുന്ന ടൈമിൽ പാരഡോസിന്റെ നമുക്ക് മെയിൻ ആയ ബാജറും കാർഡിലും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ രണ്ട് കാർഡ് നമുക്ക് ലെവൽ 1 മുതൽ ലെവൽ 3 വരെ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ബ്രോ ലെവൽ 1 നിന്ന് ലെവൽ 2ലേക്ക് കയറാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ എനിമിനെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടീമേറ്റ് നമ്മളെ ഹെൽപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ റിവൈവ് ചെയ്താൽ പോലും നമ്മൾ ലെവൽ ഇൻക്രീസ് ആവട്ടെ. അപ്പോൾ ലെവൽ നമ്മൾ 1 നിന്ന് ലെവൽ 2ലേക്ക് കയറും, 2 നിന്ന് ലെവൽ 3ലേക്ക് കയറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സിമ്പിളായ സ്റ്റെപ്പും കാരണമൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകും നമ്മൾ ഗോൾഡൻ ഫോഴ്സ് ആവട്ടെ. അപ്പോൾ നിങ്ങൾ യെല്ലോ കളറിലെ കാർഡില്ല, അപ്പോൾ അതിന്റെ പവർ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ ഫോഴ്സ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 35 HP ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണണ്ടാവും. നമുക്ക് സാധാരണ നമുക്ക് 200 HP ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾഡൻ ഫോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ലെവൽ 1 സ്കില്ല് പ്രകാരം നമുക്ക് 35 HP എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു കിഡിലെന്നാല സ്കില്ലാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലെവൽ 1 അപ്പോൾ നമ്മൾ ലെവൽ 2ലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കില്ലോ അതുപോലെ തന്നെ അസിസ്റ്റോ നമ്മളെ ഹെൽപ്പ് അപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ. ആ ടൈമിൽ നമ്മൾ എന്തായാലും ലെവൽ 2 ആവും. അപ്പോൾ ലെവൽ 2 ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ആയിട്ട് ലെവൽ 2 എന്ന് ഷോ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ആടിയുള്ള വീഡിയോ ക്ലിപ്പിൽ ലെവൽ 2 ഷോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബഗ്ഗാണ് ലെവൽ 2ലുള്ളത്. അപ്പോൾ ലെവൽ 2ന്റെ സ്കില്ല് പ്രകാരം നമുക്ക് കിട്ടാൻ പോകുന്ന പവർ നമുക്ക് നോക്കാം. നമ്മളെ തീവാക്കാരൻ്റെ സ്കില്ലാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടീമേറ്റ് നോക്ക് അയക്കാൻ പെട്ടെന്ന് നമ്മളെ തീവാക്കാരൻ്റെ സ്കില്ല് വെച്ചുകൊണ്ട് നമുക്ക് റിവൈവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ സ്കില്ലാണ് നമുക്ക് ഈ നമ്മുടെ ഗോൾഡൻ ഫോഴ്സിൽ ലെവൽ 2 പ്രകാരം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുമ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടീമേറ്റിനെ റിവൈവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ഗോൾഡൻ ഫോഴ്സിൽ നമ്മൾ ലെവൽ 3 ആയിക്കാൻ ഇതുപോലെയൊക്കെ അതിന്റെ ബാഡ്ജ് കാണാൻ പറ്റും. അപ്പോൾ ചിറക് പോലെ തന്നെ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെവൽ 3ന്റെ പവർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് HP കിട്ടുന്ന സ്കില്ലാട്ടോ. അപ്പോൾ ഏകദേശം 80 HP, ഒരു സെക്കൻഡിൽ 10 HP വീതം ഏകദേശം 80 HP ആണ് കിട്ടാൻ പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്ലേസ് ഉണ്ടാവും. നമ്മൾ ലെവൽ 3 എത്തുകൊണ്ട് നമുക്ക് ലെവൽ 3 സ്കില്ല് മാത്രമാണ് വർക്ക് ആവുക. അപ്പോൾ ലെവൽ 1 ലെവൽ 2 സ്കില്ല് വർക്ക് ആവില്ലെന്ന് കുറെ ആൾക്കാർ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുമ്പോൾ നമ്മൾ മാക്സ് ലെവലിലാണ് നമുക്ക് 3 സ്കില്ല് വർക്ക് ആവുന്നത് ആര് കൂട്ടും. അപ്പോൾ യാതൊരു പേടിയും വേണ്ട. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡാർക്ക് ഫോഴ്സിന്റെ സ്കില്ലും കാര്യങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് ഫോഴ്സ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ പെർപ്പിൾ കളറിലെ കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ കാർഡാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യണേ ഫസ്റ്റ് തന്നെ കിട്ടാൻ പോകുന്നത് നമുക്ക് നമ്മളെ EP. അപ്പോൾ നമ്മൾ EP യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ഈ മഷ്റൂം എന്തെങ്കിലും പർച്ചേസ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ സ്കില്ല് വർക്കാൻ പോകുന്നത് നമ്മൾ ഓടുന്ന ടൈമിൽ ഫാസ്റ്റ് ആയിട്ട് നമ്മളെ കയ്യിലുള്ള EP ഫാസ്റ്റ് ആയിട്ട് HP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ക്യാരക്ടറിന്റെ സ്കില്ല് പോലെ, അപ്പോൾ ക്യാരക്ടറിന് നമുക്ക് EP മോഡും HP മോഡും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് EP ആയ ശേഷം നമ്മൾ HP ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് HP ആയിട്ട് കൺവേർട്ട് ചെയ്യല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്കില്ല് വർക്ക് ഔട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെവൽ 1 ഫസ്റ്റ് സ്കില്ല്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ സ്കില്ല് വർക്ക് ആവുന്ന ക്ലിപ്പ് ആഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തില്ല. അപ്പോൾ പവർ വർക്ക് ആവുന്ന കാര്യം എനിക്ക് വീഡിയോ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയി നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽ 2 സ്കില്ലാട്ടോ. അപ്പോൾ ലെവൽ 2 കയറാണെങ്കിൽ അപ്പോൾ ഓൾറെഡി സ്കില്ല് ലെവൽ 2ലേക്ക് കയറാണ്ട് കില്ല് ചെയ്യുക, അതുപോലെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ ലെവൽ 2 ആയിക്കാൻ നമ്മൾ ഡാർക്ക് ഫോഴ്സിലെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലൂ കാരൻ്റെ സ്കില്ല് പോലെയാണ്. അപ്പോൾ ക്ലൂ കാരൻ്റെ സ്കില്ല് പോലെ എന്ന് വെച്ചാൽ
നമ്മളൊരു എനിമിനെ നോക്ക് ചെയ്യണം. അപ്പം നമ്മളെ ടീമേറ്റ്, അപ്പോൾ ഇതേ ഡാർക്ക് ഫോഴ്സ് ചെയ്യുന്ന നമ്മുടെ ടീമേറ്റും ഒരു എനിമിനെ നമ്മൾ കില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ എനിമീസിൻ്റെ ഇതുപോലെ തന്നെ ഡോട്ടായിട്ട് നമുക്ക് മാപ്പിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ മിനി മാപ്പിൽ എല്ലാ എനിമീസിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരും. അപ്പോൾ ഡോട്ടായിട്ട് കാണിച്ചു തരും. അതുവഴി നമുക്ക് എനിമീസിൻ്റെ പൊസിഷനും കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയ സ്കില്ലാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകും നമ്മൾ ലെവൽ 2 ലെവൽ 3 ഡാർക്ക് ഫോഴ്സിൽ നമ്മൾ ലെവൽ 3 കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ നമുക്കിവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗണ്ണിൻ്റെ റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 10% ആണ് നമ്മുടെ ഗണ്ണിന്റെ റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ആവാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ HP കുറവാണെങ്കിൽ നമുക്ക് 60% നമുക്ക് റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ആവട്ടെ. അപ്പൊ സീനാവും നമ്മുടെ കയ്യിൽ MB40 വെക്ടറൊക്കെയാണ് സീനായിട്ട് മാറും. വൈപ്പ് നമുക്ക് പെട്ടെന്ന് എനിമീസിനെ ഫുള്ളി വൈപ്പ് അടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഗോൾഡൻ ഫോഴ്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഡാർക്ക് ഫോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ബെസ്റ്റ് ആയ കാർഡ് ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരം നോക്കുകയാണ് അത് ഈ ഗോൾഡൻ ഫോഴ്സ് ആട്ടോ. അപ്പൊ ഞാനിത് ഏറ്റവും കൂടുതൽ അപ്പം 90% ഗോൾഡൻ ഫോഴ്സ് ആണ് ഞാൻ CS റാങ്ക് പ്ലേ ചെയ്യാൻ ടൈമിൽ ചൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാർഡ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ ഈ ഇവന്റ് നമുക്ക് ഇന്ത്യ ആവാൻ പോവാട്ടോ. അപ്പോൾ ഈ വരുന്ന 1-ാം തീയതി, അപ്പോൾ സെപ്റ്റംബർ മാസം 1-ാം തീയതി CS റാങ്കിൽ നമുക്ക് ഈ സ്പെഷ്യൽ ആയ പാരഡോസിൻ്റെ ഈ മോഡീസ് ഇന്ത്യ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് CS റാങ്കിലൊക്കെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.